എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്, ഇനി നിങ്ങളാരും ദൈവത്തെ ഓർത്ത് ആർക്കും വേണ്ടി ജാമ്യം നിൽക്കരുത്. കാരണം എന്നാന്ന് വെച്ചാൽ, ഈ നമ്മൾ ആർക്ക് വേണ്ടിയാണോ ജാമ്യം നിൽക്കുന്നത്, അവർ കോടതിയിൽ ഹാജരായില്ലെങ്കിൽ നമ്മുടെ പേരിൽ സ്വത്തുണ്ടെങ്കിൽ അത് പോയി കിട്ടും, അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ് ചെയ്യും. മനസ്സിലായോ? അല്ലെ പിന്നെ നമ്മൾ ഇതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കണം, അല്ലെങ്കിൽ നമ്മൾ പ്രതിയെ പിടിച്ചെടുക്കണം. നമുക്ക് പോലീസിൻ്റെ സപ്പോർട്ടില്ലാതെ ഈ പ്രതിയെ പിടിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇതൊക്കെ അവസ്ഥ. പ്രതികളാണെങ്കിൽ ഈ പറയുന്ന എസ് ഐമാർക്കും എസ് ഐമാർക്കും ഒക്കെ പൈസ കൊടുത്തിട്ട് ഈ നമ്മുടെ സമൻസ് മാറ്റി വെക്കും. പിന്നെ ജാമ്യം നിന്നവർക്കാണ് ഇഷ്യൂസ് വരുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ആർക്കെങ്കിലും ജാമ്യം നിൽക്കുകയാണെങ്കിൽ അത് ശ്രദ്ധിച്ച് മാത്രമേ ചെയ്യാവുള്ളൂ. എനിക്ക് ഇപ്പം അങ്ങനെ ഒരു പണി കിട്ടിയിട്ടിരിക്കുക.